പാഠം 683 പുതുവർഷത്തിലേക്ക്. ഈശ്വര, ഇന്നൊരു പുതുവർഷ ദിനമാണ്. കഴിഞ്ഞ വർഷം നടക്കാതെ പോയ കാര്യങ്ങൾ ഈ വർഷമെങ്കിലും നടത്തരണേ. എന്റെ പ്രമോഷൻ തടസ്സപ്പെടാൻ തുടങ്ങിയിട്ട് കൊല്ലം 2 ഇത്തവണയെങ്കിലും അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ സത്യസന്ധമായി ജോലി ചെയ്യുന്നത്? കടുത്ത പ്രാർത്ഥനയാണല്ലോ. ഈശ്വര സർവ്വസ്ഥല സർവ്വ. ഇന്ന് 1-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസം പോലിരിക്കും ഈ വർഷം മുഴുവൻ. ഇന്നത്തെ ദിവസം ഒരു ദോഷം വരാതെ കാത്തോളണേ. ഈശ്വര. ആമേ. ഭയങ്കര പ്രാർത്ഥനയായിരുന്നല്ലോ മോനോട്ട്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പോലും നിനക്ക് അറിയില്ല എങ്കിൽ പിന്നെ നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് പോകാൻ സമയമായി. നീ ചോറെടുത്ത് നോക്കിയേ. ചോറൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. കളക്ടർക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ടിന്റെ കാര്യമായിരിക്കും അല്ലേ പ്രാർത്ഥിച്ചത്. ദൈവമേ, കളക്ടർ എന്റെ റിപ്പോർട്ട് വള്ളിപൊള്ളി വിടാതെ സ്വീകരിക്കണേ. എന്നെപ്പറ്റി കളക്ടർക്ക് നല്ല അഭിപ്രായം തോന്നണേ എന്നൊക്കെയല്ലേ. അതല്ലാതെ മോഹനേട്ടൻ ഇത്ര ഗൗരവത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു സാധ്യതയില്ല. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാടിനെ പറ്റിയും നാട്ടിലെ കാര്യങ്ങളെ പറ്റിയും ഒന്നും അറിയാത്തൊരു വൈക്കോലാണ് നീയെന്ന്. ഇന്ന് ചിങ്ങമാസം 1-ാം തീയതിയാണ് എന്ന് നിനക്കറിയാമോ? അറിയാം. ചിങ്ങം 1 എന്ന് പറയുന്നത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം പുതുവർഷ ആരംഭമാണ്. അങ്ങനെ ഒരു ദിവസത്തിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏതൊരാളും ചെയ്തൊരു കാര്യമാണ്. മോഹനേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഈ പുതുവർഷം എന്ന് പറയുന്നത് ഒരു വെറും കണക്ക് മാത്രമാണ്, അല്ലാതെ അതിൽ കാര്യമൊന്നുമില്ലെന്ന്. ജനുവരി 1-ാം തീയതി നാട്ടുകാർ മുഴുവൻ പുതുവർഷം ആഘോഷിക്കുമ്പോ മോഹനേട്ടൻ അതൊക്കെ എതിര് പറയുകയും പറയും. ജനുവരി 1 പുതുവർഷമായി ആഘോഷിക്കുന്നത് റോമൻ കലണ്ടർ പ്രകാരമാണ്. അതിന് നമ്മുടെ നാടുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ ചിങ്ങം 1 എന്ന് പറയുന്നത് നമ്മൾ മലയാളികളുടെ മാത്രം കലണ്ടർ അനുസരിച്ചിട്ടാണ്. നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും അനുസരിച്ചാണ് അത് വരുന്നത്. ഇടവമാസത്തിന്റെ 2-ാമത്തെ പകുതിയിൽ തുടങ്ങുന്ന മഴ മിഥുനവും കടന്ന് കർക്കിടകത്തിലെത്തുമ്പോൾ തകർത്ത് പെയ്യും. നാട്ടിൽ മുഴുവൻ വെള്ളപ്പൊക്കവും കഷ്ടപ്പാടും ക്ഷാമവും ഒക്കെ ഉണ്ടാവും. ആ കർക്കിടകം പോയി പിന്നെ വരുന്നതാണ് ചിങ്ങമാസം. മഴ മാറുന്നു, തെളിഞ്ഞ കാലാവസ്ഥ. ആ കൂട്ടത്തിൽ നാട്ടിലെമ്പാടും കൊയ്ത്തും ആരംഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ചിങ്ങമാസം എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടുകൾ അവസാനിച്ച് സമൃദ്ധിയിലേക്ക് കടക്കുന്ന മാസമാണ്. കർക്കിടകത്തിൽ മഴ പെയ്തുകൊണ്ടിരുന്ന കാലത്തും ചിങ്ങമാസത്തിൽ കൊയ്ത്ത് നടന്നിരുന്ന കാലത്തും ഈ പറയുന്നല്ല ശരിയായിരുന്നു. ഇപ്പൊ എവിടെ മഴ? കൊയ്യാൻ എവിടെയാണോ പാടം ഇരിക്കുന്നത്? കുടിക്കാനുള്ള വെള്ളം കർക്കിടകത്തിൽ പോലും കിട്ടാനില്ല. കഴിക്കാനുള്ള അരി ആന്ധ്രയിൽ നിന്നും ബംഗാളിൽ നിന്നും കൊണ്ടുവരുന്നു. നമുക്ക് അഭിമാനിക്കാൻ പേരിനൊരു ചിങ്ങമാസം മാത്രം ബാക്കിയുണ്ട്. ഈ ചോറ്റുപാത്രം എടുത്ത് വെച്ചോണേ, ഞാൻ അതാരാണ് നോക്കട്ടെ. നമസ്കാരം വക്കീലേ. എന്താ ശിവശങ്കര? മുനിസിപ്പൽ ഓഫീസിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന വേലായുധനെ വക്കീലിനെ അറിയാലോ? ഞാൻ വേലായുധന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിയിരുന്നു. പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. ഒരു ഉറപ്പിന് വേണ്ടി ഒരു ചെക്ക് ഞാൻ കൊടുത്തിരുന്നു. അവൻ കൊണ്ട് കേസ് കൊടുത്തിരിക്കുക. പൈസയൊക്കെ പറഞ്ഞ സമയത്ത് കൊടുക്കണ്ടേ ശിവശങ്കര? 1 മാസത്തിനകത്ത് പൈസ കൊടുക്കാം. പക്ഷെ കേസായ നിലയ്ക്ക് ജാമ്യം എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നാളെയാ കേസ് വെച്ചിരിക്കുന്നത്. പണം വാങ്ങിയിട്ട് സമയത്ത് തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചിട്ട് ചിങ്ങമാസം 1-ാം തീയതി രാവിലെ ഇവിടെ കയറി വരുന്നത് എവിടത്തെ മര്യാദയാണ്? അയ്യ, അങ്ങനെയല്ല മോഹൻ. ഈ ചിങ്ങമാസം എന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. മലയാളികളുടെ വർഷാരംഭം മാത്രമല്ല ചിങ്ങം. ഓണം വരുന്നത് ചിങ്ങമാസത്തിലാണ്. ഓണം എന്ന് പറയുന്നത് മഹാനായ മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മയ്ക്കായി ആഘോഷിക്കുന്നതാണ്.
മഹാബലി കേരളം ഭരിച്ചിരുന്നപ്പോ കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം എന്നതായിരുന്നു നമ്മുടെ നാടിന്റെ രീതി. അറിയാമോ അത്? ഞാനൊന്ന് പറയാ. ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അത് തിരിച്ചു കൊടുക്കാതെ പറ്റിക്കുക, എന്നിട്ട് ആ കേസിന് ജാമ്യം എടുക്കാൻ വക്കീലിനെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ കയറി വരിക, അതും കൃത്യം ചിങ്ങം 1-ാം തീയതി. നടക്കില്ല. ഈ വക്കീല് ആ കേസ് വാദിക്കില്ല. വക്കീൽ, എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഇത് എന്റെ വീടാണ്. കള്ളന്മാർക്കും തട്ടിപ്പുകാർക്കും കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ഇത്. രാവിലെ കേസുമായി വരുന്നതിന് മുമ്പ് ഇന്ന് 1-ാം തീയതിയാണെന്ന് ശിവശങ്കരൻ ഓർക്കണമായിരുന്നു. തലമുറ നോക്ക്. മോഹനേട്ടാ, ഇതൊരു നിസ്സാര കേസാണ്. ഒരു ജാമ്യം എടുത്താൽ മതി. ശിവശങ്കരൻ കാശ് തിരിച്ചു കൊടുത്തോളും. എന്ത് പറഞ്ഞാലും നടക്കില്ല. ശിവശങ്കര, സ്ഥലം വിടാൻ നോക്ക്. ഇമ്മാതിരി കേസുകൾ വാദിക്കാൻ വേറെ ഏതെങ്കിലും വക്കീൽ നോക്കിയാൽ മതി. അത് സർ പറഞ്ഞു മനസ്സിലായില്ലേ? അല്ല ശിവശങ്കര, 1-ാം തീയതി എന്റെ വീട്ടിൽ കയറി വരുന്ന തട്ടിപ്പുകാരൻ. കഷ്ടം. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ വരുന്ന കക്ഷികളോട് അപമര്യാദയായിട്ട് പെരുമാറരുത് എന്ന്. പക്ഷെ മോഹനേട്ടന് മനസ്സിലാവില്ലല്ലേ? ശിവശങ്കരൻ എന്ന നിന്റെ കക്ഷി ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് സമയത്ത് തിരിച്ചു കൊടുക്കാതിരുന്നു എന്നുള്ളതാണല്ലോ കേസ്. കാശ് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ അപമര്യാദയാണോ ഞാൻ കാണിച്ചത്? നാട്ടുകാരുടെ കാര്യം മോഹനേട്ടൻ എന്തിനാണ് അന്വേഷിക്കാൻ പോണത്? ശിവശങ്കരൻ കാശ് വാങ്ങിയത് മോഹനേട്ടന്റെ കയ്യിലാണോ? അല്ലല്ലോ. പിന്നെ മോഹനേട്ടൻ എന്താണ്? അതോടെ ന്യായം. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരാൾ മറ്റൊരാളെ തല്ലുന്നത് കണ്ടു എന്നിരിക്കട്ടെ. തല്ലുകൊള്ളുന്നത് നമ്മളല്ലല്ലോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ അങ്ങ് പോകാൻ പറ്റൂ. ഇത്ര മുട്ടാപ്പോക്കുകൾ പറയല്ലേ. ഞാനൊരു വക്കീലാണ്. അതുകൊണ്ട് തന്നെ എന്നെ കാണാൻ വരുന്ന കക്ഷികൾ പല കേസിലും പെട്ട ആളുകളായിരിക്കും. അവരുടെ കേസ് വാദിക്കുക എന്നതാണ് എന്റെ പണി. അങ്ങനെ കള്ളന്മാരുടെയും ചതിയന്മാരുടെയും കേസ് എന്റെ ഭാര്യ വാദിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്റെ സത്യസന്ധതയെ പറ്റി എല്ലാവർക്കും വലിയ മതിപ്പാണ്. അങ്ങനെയുള്ളപ്പോൾ എന്റെ ഭാര്യ ഒരു തട്ടിപ്പുകാരന്റെ കേസ് വാദിക്കുന്നത് എങ്ങനെ ശരിയാവും? മോഹനേട്ടൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാ പോരെ? വില്ലേജ് ഓഫീസ് കരമടയ്ക്കാൻ വരുന്ന ആളുകൾ കൊലപാതക കേസിലെ പ്രതികളാണെങ്കിൽ മോഹനേട്ടൻ എന്താ കരമടച്ച് കൊടുക്കാതിരിക്കോ? കരം വാങ്ങി രസീത് കൊടുത്തല്ലേ പറ്റുള്ളൂ. കാരണം കൊലക്കേസിലെ പ്രതിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയിലാണ്. അത് വില്ലേജ് ഓഫീസിന്റെ കാര്യം. വില്ലേജ് ഓഫീസ് പൊതുസ്വത്താണ്. അവിടെ ആർക്കും വരാം. അതുപോലാണോ വീട്? ഇതെന്റെ വീടാണ്. ഇവിടെ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇതെന്റെയും കൂടെ വീടാണ്. ഞാനൊരു വക്കീലായിരിക്കുന്നിടത്തോളം കാലം പല കേസിലെ പ്രതികൾ ഇവിടെ വന്നിരിക്കും. അത് പറ്റില്ല. ഇന്നത്തെ ദിവസം ചിങ്ങം 1-ആണ്. ഒരു പുതിയ വർഷം ഐശ്വര്യമായിട്ട് തുടങ്ങാനിരിക്കുമ്പോ ആദ്യം കയറി വന്നത് ഒരു ഭയങ്കര തട്ടിപ്പുകാരൻ. എന്റെ ഈശ്വര, എന്റെ ഈ ഒരു എങ്ങനെ ഇരിക്കും? സത്യത്തിൽ 1-ാം തീയതിയായിട്ട് ഇവിടെ കയറി വന്ന ശിവശങ്കരന്റെ കരണക്കുട്ടി അടിച്ചു പൊട്ടിക്കണ്ടായിരുന്നു. അത് ചെയ്യാത്തത് എന്റെ മര്യാദ. അപ്പൊ ഇന്ന് ആദ്യം വില്ലേജ് ഓഫീസ് വരുന്ന ആളെ എന്ത് ചെയ്യും? മോഹനേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഈ കാണിച്ചത് ശുദ്ധ പോക്കൃതരമാണ്. പോക്കൃതരം കാണിച്ചതേ ശിവശങ്കരനാ. നീ നോക്കിയോ ഭാമേ, എനിക്ക് കിട്ടേണ്ട പ്രമോഷൻ ഇക്കൊല്ലം കിട്ടിയില്ലെങ്കിൽ അതിന് കാരണം ശിവശങ്കർ ഒറ്റ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഈ ജന്മത്ത് ഒരൊറ്റ കേസ് വാദിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. നല്ലൊരു 1-ാം തീയതി നശിപ്പിച്ചു. ഇനി എന്തൊക്കെ സഹിക്കേണ്ടി വരും എന്തോ. അറിയാങ്ങോട്ട് എന്താ നോക്കണേ? ഞാൻ സാറിനെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. സാർ നേരത്തെ ഇറങ്ങിയ? ഞാൻ നേരത്തെ ഇറങ്ങിയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഉത്തമൻ എന്നെ കാണാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. എന്തിനാ? എന്താ സാറേ, 1-ാം തീയതി സാറ് രാവിലെ ഭയങ്കര ചൂടിലാണല്ലോ. എങ്ങനെ ചൂടാവായിരിക്കും? ഇന്ന് ചിങ്ങം 1-ാം തീയതിയാണ്. ഒരു 1-ാം തീയതി രാവിലെ നമ്മുടെ വീട്ടിൽ കയറി വരുന്നത് ഒരു തട്ടിപ്പുകാരനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആര് സാറേ? ടൗണിൽ തയ്യൽ കട നടത്തുന്ന ശിവശങ്കരൻ ഉത്തമൻ അറിയില്ലേ? അവൻ ആർക്കോ കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. പറഞ്ഞ സമയത്ത് കാശ് കൊടുക്കാത്തത് കൊണ്ട് മറ്റേയാൾ കേസ് കൊടുത്തു. ആ കേസിൽ ജാമ്യം എടുക്കാൻ വേണ്ടി ഭാമയെ കാണാൻ വന്നതാ.
വാങ്ങിയ പൈസ സമയത്ത് തിരിച്ചു കൊടുക്കാത്തത് വഞ്ചനയാണ്. ഒരു വഞ്ചന കേസിലെ പ്രതി 1-ാം തീയതി രാവിലെ എന്റെ വീട്ടിൽ കയറി വന്ന സ്ഥിതിക്ക് എന്റെ 1 വർഷം പോയി ഉത്തമ. അങ്ങനെ തീർത്ത് പറയാൻ പറ്റൂല സാറേ. ഞാൻ സാറിനെ കാണാൻ വന്നതേ സാറിന് ഗുണമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ്. എന്ത് കാര്യം? പുള്ളിക്കല്ലേ തോമസ് കുട്ടി സാറിന് കാശ് തരാല്ലേ? ഉണ്ട്. ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് തോമസ് കുട്ടി എന്റെ കയ്യിൽ നിന്ന് 2000 രൂപ വാങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. ഞാൻ തോമസ് കുട്ടി അന്വേഷിക്കാത്ത സ്ഥലമില്ല. പറഞ്ഞു വരുമ്പോ ഈ തോമസ് കുട്ടിയും ശിവശങ്കരനെ പോലെ ഒരു തട്ടുപാരനാണ്. അതല്ല സാറേ കാര്യം. ഈ തോമസ് കുട്ടിയുടെ കെട്ടിയുള്ള ആശുപത്രിയിലായിരുന്നു. അവരുടെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തോമസ് കുട്ടി വലിയ ദാരിദ്ര്യത്തിലായി പോയി. അതാണ് അവന് പറ്റിയത്. സാറിന്റെ പൈസ എന്തേലും തന്നു വിട്ടിട്ടുണ്ട്. 2000 രൂപ ഉണ്ട് സാറേ. നേരിട്ട് കൊണ്ടുവന്ന് തന്നാ സാറ് ദേഷ്യപ്പെടുമെന്ന് പേടിച്ചാണ് തോമസ് കുട്ടി എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത്. ശിവശങ്കരൻ വേറെ ആരോ പറ്റിച്ചിട്ട് 1-ാം തീയതി സാറിന്റെ വീട്ടിൽ കയറി വന്നതാണെങ്കിലും സാറിന് ആ കണി ഗംഭീരമായി. എത്ര നാളായി കിട്ടാതിരുന്ന കാശായി കിട്ടിയത്. സാറേ 2000 രൂപയുണ്ട്. അപ്പൊ ഞാൻ എന്നാ പോക്കട്ടെ സാറേ. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടിച്ചേട്ടന്റെ വീട് വരെ ഒന്ന് പോകണം. വെളുപ്പിന് പോവേണ്ടതായിരുന്നു. പക്ഷെ 1-ാം തീയതി വെളുപ്പിന് ഞാനായിട്ടങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കൊല്ലം എന്ത് ദോഷം ഉണ്ടായി കഴിഞ്ഞാലും അതിന്റെ പേര് എനിക്കായിരിക്കും. ഇനിയിപ്പം പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഗോപാലൻകുട്ടിച്ചേട്ടന്റെ കയ്യിരിപ്പ് കാരണം ഗോപാലൻകുട്ടിച്ചേട്ടൻ തോക്കും. ഇത് തോറ്റ് കഴിയുമ്പോ പറയും ചിങ്ങ 1-ാം തീയതി ആയിട്ട് ഉത്തമം വീട്ടിൽ കയറി വന്നതാണ് എല്ലാ കുഴപ്പത്തിന് കാരണം എന്ന്. ശരി സാറേ. അപ്പൊ ശരി. ഒന്നാം തീയതി തഹസിൽദാർ മോഹനേഷ് സാറിനെ വിളിച്ചു എന്നാണോ കാഞ്ഞിന സാറേ പറയുന്നത്? പിന്നെ സംഭവം അറിഞ്ഞ പാടെ തഹസിൽദാർ മോഹനേഷ് സാറിന്റെ വീട്ടിലേക്ക് ആദ്യം വിളിച്ചത്. അപ്പൊ വക്കീല് പറഞ്ഞു സാർ ആഫീസിലേക്ക് ഇറങ്ങിയെന്ന്. ഉടനെ തഹസിൽദാർ ഇവിടുത്തെ ഫോണിലേക്ക് വിളിച്ചു. ആഫീസ് തുറക്കുന്നതിന് മുമ്പ് ആയതുകൊണ്ട് ഇവിടെ ആരും എടുത്തില്ല. ഉടനെ തഹസിൽദാർ എന്റെ മൊബൈലിലേക്ക് വിളിച്ചു. എത്ര കാലമായി മോഹനേഷ് സാറിനോട് ഒരു മൊബൈൽ വാങ്ങാൻ പറയുന്നു. സാറ് ചെയ്യൂല. ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ തഹസിൽദാർ നേരിട്ട് വിളിക്കൂലായിരുന്നു. അതിനൊന്നും വലിയ കാര്യമില്ല പ്രൊഫസറെ. മോഹനേഷ് സാർ വരുമ്പോ നമ്മള് നേരിട്ട് കാര്യം പറയുമല്ലോ. സാറ് തഹസിൽദാരെ വിളിക്കും, അത്രേ ഉള്ളൂ. ശിശുപാല, രാവിലെ കൊച്ചു വർത്താനം പറഞ്ഞിരുന്നോണ്ടാവുന്നില്ലല്ലോ. ജോലികൾ ചെയ്യണ്ടേ? ചെയ്യായിരുന്നു സാർ. അതിനിടയിൽ തഹസിൽദാരുടെ ഫോൺ വന്ന കാര്യം കാഞ്ചന സാർ പറയായിരുന്നു. അതേക്കുറിച്ച് സംസാരിക്കായിരുന്നു. എന്താ കാഞ്ചനെ? തഹസിൽദാർ കാഞ്ചനെ വിളിച്ചെന്തിനാ? സാറിന്റെ വീട്ടിൽ ആദ്യം വിളിച്ചത്. അപ്പോ സാർ ഇറങ്ങിയെന്ന് വക്കീല് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വിളിച്ചു. ആഫീസ് തുറന്നില്ലായിരുന്നോ? അപ്പൊ എന്റെ മൊബൈലിൽ വിളിച്ചു. എന്തോ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. കളക്ടർക്ക് കഴിഞ്ഞ ആഴ്ച സാറ് കൊടുത്ത റിപ്പോർട്ടിനെ പറ്റി പറയാനാ വിളിച്ചത്. റിപ്പോർട്ട് ഒരു തരത്തിലും കൂടാതെ കളക്ടർ സ്വീകരിച്ചു. സാറിനെ കളക്ടർ പ്രത്യേകം അഭിനന്ദിച്ചെന്നും പറയാനും തഹസിൽദാർ പറഞ്ഞു. സാറ് വരുമ്പോ തഹസിൽദാരെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. കളക്ടർ ചിലപ്പോ നേരിട്ട് സാറിനെ വിളിക്കുമെന്ന് പറഞ്ഞു. സാർ, എന്തായാലും ചിങ്ങ ഒന്നായിട്ട് സാറിന് സന്തോഷമുള്ള വാർത്തയല്ലേ കിട്ടിയത്? അതൊരു ഭാഗ്യം തന്നെ. ഈ ഒരു വർഷം മുഴുവൻ സാറിന് വച്ചടി കയറ്റായിരിക്കും അല്ലേ പ്രൊഫസറെ? പിന്നെ അല്ലാതെ. ഇനിയിപ്പോ പ്രൊമോഷൻ ലിസ്റ്റ് വരുമ്പോ സാറിനെ ഉൾപ്പെടുത്താൻ കളക്ടർ എന്നെ നേരിട്ട് ഇടപെടില്ലേ? കളക്ടർ ഇടപെട്ട പ്രൊമോഷനാണോ പാട്? അപ്പൊ ഇക്കൊല്ലം സാറ് ഡെപ്യൂട്ടി തഹസിൽദാർ ആവുന്ന ഉറപ്പാ. ഈശ്വരൻ സാറിന്റെ പ്രാർത്ഥന കേട്ടു. സാർ, ഞാൻ മോഹനേഷനാ. സാറ് വിളിച്ചെന്ന് പറഞ്ഞു. അതെ, വലിയ സന്തോഷം സാർ. അതൊക്കെ എന്റെ ജോലിയല്ലേ സാർ?
ഏതായാലും കളക്ടർ വിളിച്ചു പറഞ്ഞെന്ന് കേട്ടപ്പോ വലിയ സന്തോഷമായി സാർ. ഇന്ന് ചിങ്ങം 1-ാം തീയതിയായിട്ട് ഇത്രയും സന്തോഷമുള്ള വാർത്ത കേൾക്കാന്ന് പറയുമ്പോ വലിയ കാര്യമല്ലേ സാർ? കളക്ടർ നേരിട്ട് വിളിക്കുമെന്ന് കാഞ്ചന പറഞ്ഞു. ശരി സാർ. ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അത് തിരിച്ചു കൊടുക്കാതെ പറ്റിക്കുക, എന്നിട്ട് ആ കേസിന് ജാമ്യം എടുക്കാൻ വക്കീലിനെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ കയറി വരിക, അതും കൃത്യം ചിങ്ങം 1-ാം തീയതി. നടക്കില്ല. ഈ വക്കീല് ആ കേസ് വാദിക്കില്ല. വേണ്ടായിരുന്നു, ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. പാവ ശിവശങ്കരൻ. ഹലോ, അതെ ശിവശങ്കരനാ. രാജേന്ദ്ര, സംഭവമൊക്കെ ശരിയാടാ. സോമരാജ വക്കീലിനെ നിനക്കറിയില്ലേ? പുള്ളിക്കാരൻ കേസേറ്റെടുത്തു. ആദ്യം ഞാൻ സത്യഭാമ വക്കീലിനെ കാണാൻ പോയതാ. അവരുടെ ആ കെട്ടിയനില്ലേ വില്ലേജ് ഓഫീസർ, ഒരു തരത്തിൽ സമ്മതിക്കൂല. ഒരു ജാമ്യം എടുക്കുന്ന കേസല്ലേ, അതിന് സോമരാജ വക്കീൽ മതി. ഞാൻ രാവിലെ കോടതിയിൽ ഹാജരാകും. ശരി എന്നാ. ശിവശങ്കരനല്ലേ? നമസ്കാരം ശിവശങ്കര. ഞാൻ രാവിലെ ശിവശങ്കരനോട് കുറച്ച് ദേഷ്യത്തിൽ പെരുമാറി എന്നുള്ളത് നേരാ. അത് മനഃപൂർവ്വം ചെയ്തല്ല. പിന്നെ അത് അങ്ങനെ അങ്ങ് പറ്റിപ്പോയി. എന്തായാലും ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തിരുത്തണമല്ലോ. ശിവശങ്കരന്റെ കേസ് ഭാമയെ കൊണ്ട് വാദിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ, കേസ് ഞാൻ സോമരാജൻ വക്കീലിനെ ഏൽപ്പിച്ചു. അത് പറ്റില്ല. സോമരാജൻ വക്കീലിന് കേസ് വാദിക്കാനൊന്നും അറിയില്ല. ശിവശങ്കരന്റെ കേസ് ഭാമ തന്നെ വാദിക്കും. ശിവശങ്കരനോട് വാ. അല്ല സർ, സോമരാജൻ വക്കീല് വേണ്ടതേ. എനിക്ക് പറ്റിയൊരു തെറ്റ് തിരുത്താനുള്ള അവസരം എനിക്ക് തന്നേ പറ്റൂ. ശിവശങ്കരന്റെ കേസ് ഭാമയെ കൊണ്ട് വാദിപ്പിച്ചിരുന്ന കാര്യം. ശിവശങ്കരൻ വരൂ. സാറേ വരൂ ശിവശങ്കരൻ. ശിവശങ്കരൻ ഇവിടെ നിൽക്കുക. ഞാൻ ഭാമയെ വിളിച്ചോണ്ട് വരാം. ശരി സാർ. ഭാമേ, ഭാമേ. കഥാനായകൻ എത്തിയല്ലോ. ഭാമേ. വിളി കേട്ടിട്ട് എന്തോ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഈശ്വര, മോഹനായിട്ട് വൈകിയും തോന്നല്ലോ. ഒരു 4 മിനിറ്റ്. ഇടയ്ക്ക് വേറൊരു ആവശ്യം വന്നു. 1-ാം തീയതി എങ്ങനെ ഉണ്ടായിരുന്നു? എന്നോട് വഴക്കുണ്ടാക്കിയതുപോലെ ആഫീസിൽ വഴക്കുണ്ടാക്കിയോ? അതിന്റെ ആവശ്യം വന്നില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ നല്ല പെരുമാറേണ്ടിയിരുന്നത്. രാവിലെ ഇവിടെ വന്ന ശിവശങ്കരനോട് മോശമായി പെരുമാറിയത് തെറ്റായി പോയി എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ. ഇത് എന്ത് പറ്റിയാണെന്ന് തോന്നാൻ? അതല്ല ഭാമേ, ഈ ശിവശങ്കരൻ ഒരാൾക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ട് എന്നുള്ളത് നേരാ. പക്ഷേ അത് കൊടുക്കില്ല എന്നയാൾ പറഞ്ഞില്ലല്ലോ. ഇല്ല, കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞു. കൈ പണമില്ല, പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? അങ്ങനെയല്ല മോഹനേട്ടാ, ഞാൻ അന്വേഷിച്ചപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഈ ശിവശങ്കരന് കൈ പൈസയൊക്കെ ഉണ്ട്. അയാള് മനഃപൂർവ്വം വേലായുധന്റെ പൈസ കൊടുക്കാതിരിക്കുന്നതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവശങ്കരൻ കേസ് ഏക്കാതിരുന്നത് നന്നായി. മോഹനേട്ടൻ രാവിലെ ഉടക്കുണ്ടാക്കിയത് നന്നായെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത്. അതാ, ഈ ശിവശങ്കരൻ വേലായുധന് പൈസ കൊടുക്കുമല്ലോ. തൽക്കാലം കേസിലൊരു ജാമ്യം എടുക്കണം. അതിലിപ്പോ സഹായിക്കുന്നില്ല തെറ്റ്. ഏയ്, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ മോഹനേട്ടാ. ഇന്ന് ചിങ്ങം 1 ചിങ്ങമാസം എന്നാൽ ഓണം വരുന്ന മാസം. ഓണം എന്നാൽ മഹാബലിയുടെ ഓർമ്മയല്ലേ? കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം എന്നു പറയുന്ന മനോഹരമായ ഒരു കാലത്തിന്റെ ഓർമ്മ. അതുകൊണ്ട് ചിങ്ങമാസത്തിൽ ശിവശങ്കരനെ പോലുള്ളവരുടെ കേസ് ഒരു കാരണവശാലും വാദിക്കാൻ പാടില്ല. ഈശ്വര,
ഇവള് കളം മാറ്റി ചവിട്ടിയല്ലോ. ഈ ശിവശങ്കരൻ അങ്ങനെ വലിയ കുഴപ്പക്കാരനാ വഴിയില്ല. വേലായുധന്റെ പൈസ അവൻ തിരിച്ചു കൊടുത്തോളൂ. മോണിറ്റർ ഉറപ്പുണ്ടോ? ആ അതെ. കൊടുത്തില്ലെങ്കിൽ മോണിറ്റർ കൊടുക്കൂ. ഞാനോ? ഞാനെന്തിനാ കൊടുക്കുന്നേ? അവൻ നീ ജാമ്യം എടുത്ത് കൊടുത്താ മതി. ഇനിയിപ്പോ ശിവശങ്കരൻ കാശ് കൊടുത്തില്ലെങ്കിൽ കേസ് വാദത്തിന് വരുമല്ലോ. അപ്പൊ നീ ഒഴിഞ്ഞു മാറിയാ മതി. പക്ഷെ മോഹനട്ടാ, ഇത് ചിങ്ങമാസമാണല്ലോ, പ്രത്യേകിച്ച് ചിങ്ങം 1. അപ്പൊ ഒരു കാരണവശാലും ആ കേസ് വാദിക്കാനേ പറ്റില്ല. കേസ് നാളെ അല്ലേ? നാളെയും ചിങ്ങമാസം തന്നെയാണല്ലോ. അവൻ വെറുതെ വാശി പിടിക്കല്ലേ. എനിക്കൊരു അബദ്ധം പറ്റാണെന്ന് പറഞ്ഞല്ലോ, അത് തിരുത്താൻ നോക്കല്ലേ. എങ്ങനെ? ഒരബദ്ധം പറ്റിപ്പോയി. ആ അബദ്ധം തിരുത്താൻ ഇപ്പൊ എന്താ ഉണ്ടായത്? 1-ാം തീയതി അയാളല്ലേ വീട്ടിൽ വന്ന് കയറിയത്. ഈ വർഷം മുഴുവൻ പോക്കണമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ വിചാരിച്ച പോലൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തെറ്റ് തിരുത്താൻ മോഹനട്ട തീരുമാനിച്ചു. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ മോഹനട്ട. എന്താ? 1-ാം തീയതി രാവിലെ വീട്ടിൽ വരുന്നവരാണ് നമ്മുടെ ഒരു വർഷം തീരുമാനിക്കുന്നത് എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോ എന്റെ ഒരു വർഷം എന്താവുമായിരുന്നു? 1-ാം തീയതി രാവിലെ എനിക്കൊരു കേസ് കിട്ടിയത് മോഹനേട്ടനായിട്ട് ഇല്ലാതാക്കി. അപ്പൊ ഞാൻ എന്തൊക്കെ പറയണായിരുന്നു? മോഹനേട്ട, എല്ലാവർക്കും അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ മോഹനേട്ടന് തോന്നുന്ന പോലെ മാത്രം കാര്യങ്ങൾ നടക്കണമെന്ന് വിചാരിക്കുന്ന കഷ്ടമല്ലേ? ശിവശങ്കരനെ വിളിച്ചോണ്ട് സ്റ്റെപ്പ് കയറി വരുന്ന കണ്ടപ്പോഴേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. തോമസ് ഊട്ടി തരാനുള്ള 2000 രൂപ തന്ന കാര്യം ഉത്തമനും പറഞ്ഞു. അപ്പൊ എങ്ങനെയാ ശിവശങ്കരന്റെ കേസ് ബാധിക്കണോ? ചിങ്ങമാസം 1-ാം തീയതി വീട്ടിൽ കയറി വരുന്നവർ ഭാഗ്യം കൊണ്ടുവരുമെന്നോ ദുശകുനമായി മാറുമെന്നോ കരുതുന്നതിൽ വലിയ യുക്തി ഉണ്ടാവില്ല. പക്ഷേ വില്ലേജ് ഓഫീസർ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കും. എന്തായാലും 1-ാം തീയതി കുളമായ നിലയ്ക്ക് ഇനി ഓണക്കാലത്തെ നുറുങ്ങ് തമാശകൾക്ക് കാത്തിരിക്കാം. കാര്യനിസാരം തുടരുന്നു.